ഹലോ കുട്ടീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഉഷാറായിട്ട് സുഖമായിട്ടിരിക്കുന്നുണ്ടോ? അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1-ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. എന്താണിത്? പതാക അല്ലേ? നമ്മുടെ ഇന്ത്യൻ്റെ പതാകയാണിത്. എല്ലാവർക്കും അറിയും. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും, കളറ് കൊടുത്തിട്ടുണ്ടാകും, വരച്ചിട്ടുണ്ടാകും അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരക്ഷരം പഠിക്കാൻ പോവാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരം ഒന്ന് എഴുതി നോക്കിയാലോ, ഒന്ന് എഴുതി പഠിച്ച് നോക്കിയാലോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് എന്ത് ചെയ്യുക? പെൻസിലും സ്ലേറ്റും ഒക്കെ എടുത്തിട്ട് വേഗം ഒന്ന് പോയി ഓടി വന്നേ. റെഡി ആയോ എല്ലാവരും? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരം നമ്മൾ 2-3 ടൈപ്പിൽ എന്ത് ചെയ്യും? എഴുതും. നമ്മൾ ബായും തായും ഒക്കെ എന്ത് ചെയ്യുള്ളൂ? എപ്പോഴായാലും അതേപോലെ തന്നെ എവിടെ ആയാലും എഴുതുക അല്ലേ? പക്ഷേ ഈ ഒരു അക്ഷരം എന്ത് ചെയ്യും? നമ്മൾ ഫസ്റ്റിൽ എഴുതുമ്പോൾ വേറെ, സെൻറ്ററിൽ എഴുതുമ്പോൾ വേറെ, ലാസ്റ്റിൽ എഴുതുമ്പോൾ വേറെ, അങ്ങനെ 3-4 ടൈപ്പിൽ എന്ത് ചെയ്യും? ഈ ഒരു അക്ഷരം നമ്മൾ എഴുതും. നോക്കാം. സിമ്പിളാണ് എന്ത് ചെയ്യാൻ, ഇത് എഴുതാൻ. എല്ലാവർക്കും ഇംഗ്ലീഷിൽ സി എഴുതാൻ അറിയൂലേ? സി അല്ലേ? സി എഴുതാൻ അറിയൂലേ എല്ലാവർക്കും? ഈ സി എഴുതാൻ അറിഞ്ഞാൽ മതി നമുക്ക് നമ്മുടെ പുതിയ അക്ഷരത്തെ പഠിക്കാനേ. അപ്പോൾ ഏതാ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പുതിയ അക്ഷരം? ഐൻ. ഐനാണേ. നമ്മൾ ഐൻ എന്ന് തന്നെ എന്ത് ചെയ്യണം? പറയണം കേട്ടോ. ആ എന്നൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? പറയാൻ പാടില്ല. ഐൻ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഐൻ എഴുതുക എന്നുള്ളത്. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സി എഴുതാൻ അറിഞ്ഞാൽ മതി നമുക്ക് ഐന് സിമ്പിളായിട്ട് എഴുതാം. എങ്ങനെയാ? ആദ്യം ഒരു കുഞ്ഞ് സി വരക്കുക, എന്നിട്ടോ പിന്നെ ഒരു വലിയ സി വരക്കുക. അപ്പോൾ എന്തായി? ഐനായി. എങ്ങനെ? നമ്മൾ 3 എഴുതൂലേ? 3 ഈ 3 നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ തിരിച്ചിടുക. ഇത്രക്കും സിമ്പിളാ ഐന് എഴുതാൻ അല്ലേ? സൂപ്പറല്ലേ? എൻ്റെ എഴുത്ത് സൂപ്പറില്ല കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല സൂപ്പറായിട്ട് എഴുതണം. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ്? ആദ്യം ഒരു ചെറിയ സി ഇടുക, പിന്നൊരു വലിയ സി ഇടുക. കുറച്ച് വലുതായി പോയില്ലേ? കുഴപ്പമില്ല. ആദ്യം ഒരു കുഞ്ഞ് സി വരക്കുക, പിന്നൊരു വലിയ സി വരക്കുക. ഐനായി. പിന്നോ ഇതിൻ്റെ മേലെ നമ്മൾ ഫതഹ് കൊടുത്താൽ എന്തായി? ഐനിട്ടിട്ട് കെസറ് കൊടുത്താൽ എന്തായി? ഐ. ഓക്കെ. വീണ്ടും ഒരു ഐനിട്ടിട്ട് ലൊമ്മ് കൊടുത്താൽ എന്തായി? ഓ. ഇങ്ങനെയാണ് എന്ത് നമ്മൾ ഐൻ എഴുതുക. ഇനി നേരത്തെ പറഞ്ഞതുപോലെ വേറെ ടൈപ്പ് നോക്കിയാലോ നമുക്ക്. അതായത് നമ്മളിപ്പോൾ ഒരു വാക്ക് എഴുതുമ്പോൾ ആ വാക്കിൻ്റെ ഫസ്റ്റിലാണ് ഐന് വന്നത് എങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചതുപോലെ എന്ത് ചെയ്യില്ല? എഴുതൂല. അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതുക? എങ്ങനെ എഴുതുക? ഒരു സി വരക്കുക, എന്നിട്ട് നേരെ ഒരു വര വരക്കുക. ഇത്രയേ ഉള്ളൂ പടി. അടിക്കുള്ള സിയുടെ പകരം ഒരു വര അങ്ങോട്ട് വരച്ചു കൊടുക്കുക. അങ്ങനെ ഒരു സി വരക്കുക, പിന്നെ നേരെ വരക്കുക. ആയി ഉണ്ടോ? ആയി, ആയി, ഓ ആയി. ഇത്രക്കും സിമ്പിളാ. അപ്പോൾ നമ്മൾ ഒരു വാക്കിൻ്റെ ഫസ്റ്റിലാണ് ഐന് വരുന്നത് എങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ഇങ്ങനെയാണ് എന്ത് ചെയ്യലേ? ഐന് എഴുതുക. അപ്പോൾ 2 ടൈപ്പ് ഇപ്പോൾ നമ്മൾ പഠിച്ചില്ലേ? ഒന്ന് 2 സി കൊടുക്കും, ഒന്ന് 1 സി കൊടുക്കും. സിമ്പിൾ അല്ലേ? അടുത്തത് ഞാൻ എങ്ങനെയാ? ഇനിയിപ്പോൾ 2-മതോ 3-മതോ ഒക്കെയാണ് ഐന് വരുന്നത് എന്ന് വിചാരിക്കാം. നമ്മൾ കുറേ വാക്കുകൾ പഠിക്കുന്നുണ്ട് അല്ലേ ഐനൊക്കെ ഉള്ള. അപ്പോൾ 2-മതോ 3-മതോ ഒക്കെയാണ് ആ വാക്കിൽ ഐന് വരുന്നത് എങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ പഠിച്ച പോലെ ഒന്നുമല്ല അപ്പോൾ എഴുതുക. അപ്പോൾ എങ്ങനെ എഴുതുക?
ഇപ്പം നമ്മൾ ബാ കഴിഞ്ഞിട്ടാണ് അയിന് വരുന്നത് എന്ന് നോക്കുക. എങ്ങനെ എഴുതും? ആദ്യം ബാ, അത് കഴിഞ്ഞിട്ട് എങ്ങനെ അയിന് എഴുതുക? ഇങ്ങനെ എഴുതും. നമ്മൾ ഡയമണ്ടൊക്കെ വരക്കൂലേ? ഡയമണ്ട് വരക്കൂലേ? നല്ല ഡയമണ്ട് വരക്കുക അല്ലേ? അതേപോലെ ആ അക്ഷരത്തിനോട് കൂടെ എന്ത് ചെയ്യുക? ഒരു കുഞ്ഞ ഡയമണ്ട് പോലെ വരച്ചിട്ട് എന്ത് ചെയ്യുക? ഒരു വര അങ്ങോട്ട് കൊടുക്കുക. എങ്ങനെ? ഇങ്ങനെ അങ്ങോട്ട് എന്ത് ചെയ്യുക? കൊടുക്കുക. സിമ്പിളല്ലേ? സിമ്പിളാണ് അല്ലേ? ഇപ്പോൾ ബാ ആ ഉണ്ടോ? ബാ ആ. ഇവിടെ ഇനി വേറെ ഏതെങ്കിലും അക്ഷരമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ അക്ഷരത്തിനോട് കൂടെ ഇങ്ങനെ ഒരു ആ കൂട്ടിയാൽ മതി. പിന്നെ ഇനിയിപ്പോൾ ഫ നോക്കുക. ഫ ആ ഉണ്ടോ? ഫ. സിമ്പിളല്ലേ? ഇങ്ങനെ ഒരു ഡയമണ്ട് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. സൂപ്പർ. അപ്പോൾ എന്ത് സുഖ, ഒരു സി ഒരു ഡയമണ്ടൊക്കെ അറിഞ്ഞാൽ മതി നമുക്ക് അയിന് എഴുതാൻ വേണ്ടിയിട്ട് അല്ലേ? ഇനിയോ? ഇനി ലാസ്റ്റിലാണ് അയിന് വരുന്നതെങ്കിലോ? ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ലാസ്റ്റിലൊരു അയിനാ വരുന്നതെങ്കിൽ എങ്ങനെ നമ്മൾ എഴുതും? അപ്പോൾ നമ്മൾ ഈ ഡയമണ്ട് പോലെ തന്നെ എഴുതിയിട്ട് അടിയിലേക്കൊരു സി കൊടുക്കുക. ഉണ്ടോ? ഇങ്ങനെ വന്നിട്ട് അടിയിലേക്കൊരു സി ആണ് കൊടുക്കുക. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ലാസ്റ്റിൽ അയിന് വന്നാൽ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് നമ്മൾ പഠിച്ചത്? ഒന്ന് നമ്മൾ എന്ത് ചെയ്തു? അയിൻ. സിമ്പിളായിട്ട് നമ്മൾ അയിൻ എഴുതി. പിന്നെയോ ഇങ്ങനൊരു അയിന് പഠിച്ചു. പിന്നെയോ ഇങ്ങനൊരു അയിന് പഠിച്ചു അല്ലേ? പിന്നെ ഇങ്ങനൊരു അയിനും നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. ഇത് നമ്മൾ അയിൻ എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക. ഓരോ വാക്കിൻ്റെയും ഫസ്റ്റിലാണ് അയിന് വരുന്നതെങ്കിൽ ഇങ്ങനെ എഴുതുക. പിന്നെയോ രണ്ടാമതോ മൂന്നാമതോ നാലാമതോ ഒക്കെയാണ് വരുന്നതെങ്കിൽ ഇങ്ങനെ എഴുതാം. ലാസ്റ്റിലാണെങ്കിൽ ഇങ്ങനെ. ലാസ്റ്റിലാണെങ്കിൽ വേറെ ടൈപ്പും കൂടെ എഴുതും കേട്ടോ. കാരണം നമ്മൾ അയിൻ എന്നൊക്കെ ആണെങ്കിലൊക്കെ എന്ത് ചെയ്യും? ഇവിടുന്ന് ഒരു അലിഫിനെ ഇങ്ങോട്ട് നീട്ടും. നമുക്ക് ചാപ്റ്ററിൽ വായിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. സിമ്പിളല്ലേ? ഓക്കെ. അപ്പം 3-4 ടൈപ്പും അയിനൊക്കെ എന്ത് ചെയ്യുക? എഴുതി നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ? ഓക്കെ. എല്ലാവരും സ്ലേറ്റും പെൻസിലൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് നമ്മുടെ ബുക്സ് എടുത്തേ. തുടങ്ങാം. ഓക്കെ. കണ്ടോ നമ്മളിപ്പോൾ പഠിച്ച ഫസ്റ്റിൽ വരുന്ന അയിന്? ആ ല ആലം. ആലം. ആലം എന്ന് പറഞ്ഞാൽ പതാക, കൊടി കേട്ടോ. അപ്പോൾ ആലം. ആലം. നെക്സ്റ്റ് അബ്ദുൻ. 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 ഉദ്റുൻ. 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 ഐബറുൻ. 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 റഅദുൻ. 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 നമ്മൾ പറഞ്ഞു രണ്ടാമതായിട്ട് അയിന് വരുമ്പോൾ വേറൊരു ടൈപ്പാണെന്നല്ലേ. ഇവിടെ എന്താ ഇങ്ങനെ അയിന് വന്നത്? കാരണം റായിനോട് എന്ത് ചെയ്യൂല? നമ്മൾ അയിന് കൂട്ടി എഴുതൂല അല്ലേ? കൂട്ടി എഴുതുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ ഡയമണ്ട് ടൈപ്പിലുള്ള അയിന് വരിക കേട്ടോ. അതേപോലെ അലിഫ് വരുമ്പോഴും ഒന്നും എന്ത് ചെയ്യൂല? അയിന് കൂട്ടി എഴുതൂലല്ലോ. കൂട്ടി എഴുതാതാവുമ്പോൾ നമ്മൾ ഈ ഒരു അയിന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? രണ്ടാമതായിട്ടും എഴുതാം കേട്ടോ. അപ്പോൾ റഅദുൻ. റഅദുൻ. നെക്സ്റ്റ് റജ്അൻ. 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 ലാസ്റ്റിലുള്ള അയിന് തൻവീനൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ
കൊടുക്കും കേട്ടോ. റ ജ് അൻ റജ് അൻ റജ് അൻ സാ ബ് ഒൻ സബ് ഒൻ സബ് ഒൻ ജാ സ് ഐൻ ജസ് ഐൻ ജസ് ഐൻ. ഇവിടെ കൂട്ടെഴുതാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ സാധാ പോലത്തെ അയിന് കൊടുത്തു കേട്ടോ. സായിനോട് എന്ത് ചെയ്യൂല, അയിന് കൂട്ടെഴുതൂല അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ച ടൈപ്പ് അയിന് ഒറ്റയ്ക്ക് എഴുതുമ്പോൾ ഉള്ള അയിന് കേട്ടോ. ജസ് ഐൻ. അപ്പോൾ ഇവിടെ റാ ആയാലും ലാമായാലും ഒക്കെ എന്ത് ചെയ്യും, ഈ ഒരു അയിനാണ് എന്ത് ചെയ്യുക വരിക. ഓക്കെ. ആ ഔ ഐ ഒൻ. നമ്മൾ അയിന് പറയുമ്പോൾ ആ ഉ ഈ ഉൻ ഒന്നും പറയരുത് കേട്ടോ. അവിടെ അലിഫിൻ്റെ ഉച്ചാരണം വരരുത്, നമ്മുടെ തൊണ്ടയിൽ നിന്ന് ഇങ്ങോട്ട് വരണം ആ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മഹ്റജ് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. നമ്മൾ ഖുർആനൊക്കെ ഓതുമ്പോൾ എന്ത് ചെയ്യണം, ആ എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ വരണം. അപ്പോൾ അങ്ങനെ പറഞ്ഞ് 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 എന്ത് ചെയ്യണം, പഠിക്കണം. ആ ഓ ഐ ഒൻ ആ ഓ ഐ ഒൻ ദ ദ. ക്ലിയർ അല്ലേ? ഒന്നുകൂടി വായിച്ചു നോക്കുക. ആ ആലം ആലം അബ്ദുൻ ഉദ്റുൻ ഇബറുൻ റഅദുൻ റജ്അൻ സബ്ഉൻ ജസ്അൻ ആ ഔ ഐ ഒൻ ദ. ഐൻ ഐൻ. ഇത് നമുക്കൂടെ എന്ത് ചെയ്യണം, വരച്ചിട്ട് പഠിക്കട്ടെ. 2-3 പ്രാവശ്യമായിട്ട് വരക്കുക. അപ്പോൾ ഉഷാറായിട്ട് എന്ത് ചെയ്യും, മനസ്സിലാവും. അപ്പോൾ സ്ലേറ്റിലും നോട്ട് പുസ്തകത്തിലൊക്കെ എന്ത് ചെയ്യുക, അയിനും ഈ ആയും ഈ ആയും ഈ ആയും ഒക്കെ എന്ത് ചെയ്യുക, എഴുതി പഠിക്കാട്ടാ. ഉഷാറല്ലേ? ഓക്കെ. അടുത്ത പേജിൽ എന്തൊക്കെയാണ്, നഖ്റ നമുക്ക് വായിക്കാം. അഅ്ബുദു അഅ്ബുദു തബിഅ തബിഅ ശുഅബുൻ ശുഅബുൻ അറബുൻ അറബുൻ. കണ്ടോ, രണ്ടാമതും ലാസ്റ്റിലും മൂന്നാം ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യുന്നത്, ആകൾക്ക് വരുന്ന മാറ്റങ്ങൾ കണ്ടോ നിങ്ങൾ? ഉണ്ടോ ഉണ്ടോ? അങ്ങനെയാണ് അല്ലേ. പിന്നെ റുൻ റുൻ ജൂഉൻ ജൂഉൻ തഅ്ബുദു തഅ്ബുദു ഇശാഉൻ ഇശാഉൻ. അടുത്തതോ നളഉ ദാഇറത്തൻ അല ഐൻ. അയിന് നമ്മൾ വട്ടം കൊടുക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യും, അയിനുകൾ രണ്ടാമതും മൂന്നാമതും നാലാമതൊക്കെ വരുന്ന അയിനുകളുള്ള വാക്കുകളൊക്കെയാണ് തരിക. അപ്പോൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, അയിനിന് വട്ടം കൊടുക്കുക അല്ലേ. ഇൽമുൻ ഇവിടെ ഫസ്റ്റിലെ. സബ്ആ ഇവിടെ എവിടെ അയിന്, ഇതല്ലേ അയിന് ആണോ? ആ ഇതാണ് അല്ലേ. ഫർഉൻ ബുഅ്ദുൻ ബുഅ്ദുൻ. അപ്പോൾ ഇവിടെ രണ്ടാമതും ഇവിടെ ലാസ്റ്റിലും ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അയിനുകൾ നല്ലോണം നോക്കി നോക്കി വരച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് കുത്തുകളുമ്പോൾ എന്ത് ചെയ്യാനാണ്, അയിന് എഴുതാനാണ് അല്ലേ. കുത്തുകളിലൂടെ എന്ത് ചെയ്യുക, ഓരോ ടൈപ്പ് അയിനുകളും ഒക്കെ എന്ത് ചെയ്യുക, അതിലൂടെ മേച്ചാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ അടുത്തത് നക്തഷിഫു ഐൻ മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്നുള്ള എന്താണ്, ചെറിയ ആയത്തിൻ്റെ 2 ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യുക, അയിന് നോക്കാം അല്ലേ. മാ തഅ്ബുദൂന മിൻ ബഅദി. ഇതിലെവിടൊക്കെ ഉണ്ട് അയിന്, ഇവിടെ ദാ ഒരു അയിന്, പിന്നെ ഇവിടെ ദാ വേറൊരു അയിന് അല്ലേ.
അടുത്തതോ ഇന്നമഅൽ ഉസ്രി യുസ്ര. ഇവിടെയോ ഇവിടെ ഒരു അയിനുണ്ട്, ഇവിടെ ഒരു അയിനുണ്ട് അല്ലേ? അപ്പം നമ്മൾ ഏതെങ്കിലും പാഠങ്ങളും വേറെ കാക്കമാരൊക്കെ പാഠങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെയൊക്കെ അയിനുണ്ടോയെന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ അടുത്ത പേജിൽ എന്താ നമുക്ക് എഴുതാനാ? അവിടെ കുറേ എഴുതാനുണ്ട്. എന്തൊക്കെയുണ്ട്? നക്തുബു, നമുക്ക് എഴുതാം. അഅ്ബുദു, അഅ്ബുദു. നമ്മൾ കറക്റ്റായിട്ട് അടിയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം? എഴുതിക്കൊണ്ടിരണം കേട്ടോ. ഫസ്റ്റിൽ ഇവിടെ എഴുതുക, പിന്നെ ഇവിടെ എഴുതുക, അങ്ങനെ അങ്ങനെ മേലേക്ക് വരിക. അപ്പോഴാണ് നമ്മുടെ എഴുത്ത് എന്ത് ചെയ്യുക? ഉഷാറാവുക. ഇവിടെയുള്ള എഴുത്തൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇതിനേക്കാൾ ഉഷാറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും അല്ലേ? അഅ്ബുദു, ശിഅറുൻ, ശിഅറുൻ, റാജിഉൻ, ജൂഉൻ, ഇബാദുൻ. ഉഷാറായിട്ട് കുഞ്ഞതാക്കിയിട്ട് എന്ത് ചെയ്യുക? എഴുതി കൊടുക്കുക കേട്ടോ. വലുതാക്കിയൊക്കെ എഴുതാലും നമുക്ക് ഇവിടെ ഒന്നും കൊള്ളൂല, അപ്പോൾ വൃത്തിയൊന്നും ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ നല്ല ഉഷാറായിട്ട് കുഞ്ഞു കുഞ്ഞു അക്ഷരങ്ങളായിട്ട് വൃത്തിയിൽ പതുക്കെ പതുക്കെ എഴുതാം. നെക്സ്റ്റ് നഖ്റഉ മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്നുള്ള കുറച്ച് വാക്കുകൾ എന്ത് ചെയ്യാം? നമുക്ക് വായിക്കാം. അഅ്ബുദു, ജൂഇൻ, ഇബാദി, റഅദുൻ, ഉഇദ്ദത്, ഉഇദ്ദത്, തുർജഉ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാഠം. കഴിഞ്ഞില്ലേ? സിമ്പിളല്ലേ നമ്മുടെ ചാപ്റ്റർ? അയിനൊക്കെ എഴുതാനും വായിക്കാനും ഒക്കെ എന്താണ്? സിമ്പിളാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? തദ്രീബാത്തിലുള്ള എഴുതാനൊക്കെ ഉള്ളതൊക്കെ എന്ത് ചെയ്യുക? ഉഷാറായിട്ട് എഴുതുക. ചാപ്റ്റർ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് വായിക്കുക. എന്നിട്ട് വായിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? നമുക്ക് സ്ലേറ്റിലേക്കൊക്കെ എഴുതാം. നമ്മുടെ ചാപ്റ്റർ ഇതേപോലെ എന്ത് ചെയ്യുക? സ്ലേറ്റിലേക്ക് വായിച്ചുകൊണ്ട് പകർത്തി എഴുതി കൊടുക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? അക്ഷരങ്ങളും വാക്കുകളൊക്കെ പഠിയുള്ളൂ. ഉഷാറല്ലേ മക്കൾ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തിയാലോ? ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.